नमस्ते। आज की कक्षा में सबको स्वागत। आज इतिहास नामक गंध का अंतिम गीत है। अंतिम गीत का नाम है समुद्र स्वप्न। ഇവിടെ രാധ സ്വപ്നം കാണണം, സമുദ്രത്തെ സ്വപ്നം കാണുന്നതാണ് അതിൽ പറയുന്നത്. ആദ്യത്തെ നമ്മൾ 6 ഗീതങ്ങളിൽ നമ്മൾ പറഞ്ഞു. ഇവിടെ മഹാഭാരത യുദ്ധം, അതായത് സൃഷ്ടി സങ്കല്പ് കഴിഞ്ഞ അടുത്ത് നമ്മൾ ഇതിഹാസം എന്ന് പറയുന്ന ഖണ്ഡമാണ്. അതിൽ നമ്മൾ ഒന്ന് മാറിയിട്ടാണ് ഇതിഹാസ പുരുഷനാവാനായിട്ട് കൃഷ്ണൻ പോകുന്നതാണ് നമ്മളതിൽ കണ്ടത്. അങ്ങനെ മഹാഭാരത യുദ്ധത്തിന് ശേഷം കൃഷ്ണൻ്റെ മനസ്സാകെ കലുഷിതമായ മനസ്സുമായിരിക്കുന്ന കൃഷ്ണനെയാണ് അവിടെ കവി അവതരിപ്പിക്കുന്നത്. ആ സമയത്ത് രാധ ഒരു സ്വപ്നം കാണുന്നുണ്ട്. ആ സ്വപ്നം ആ സമുദ്രത്തെക്കുറിച്ചുള്ള സ്വപ്നമായിരുന്നു. അതാണ് നമ്മുടെ സമുദ്ര സ്വപ്നം എന്ന് പറയുന്ന ഗീതം. यहाँ महाभारत युद्ध के बाद कृष्ण की कलुषित मन का मर्मस्पर्श रूप प्रस्तुत किया गया है. इसमें राधा के एक स्वप्न का प्रतीकात्मक उल्लेख हुआ है. यहाँ कवि ने कृष्ण को विष्णु के अवतार पुरुष के रूप में प्रस्तुत किया है और राधा को लक्ष्मी के अवतार रूप में प्रस्तुत किया है. ഇവിടെ രാധേനെയും കൃഷ്ണനെയും അവതാര പുരുഷനായിട്ട് അവിടെ കണക്കാക്കുന്നുണ്ട്. വിഷ്ണുവിൻ്റെ അവതാര പുരുഷനാണ് കൃഷ്ണനെന്നും ലക്ഷ്മി ദേവിയുടെ അവതാരമാണ് രാധ എന്നുമാണ് അവിടെ കവി പറയുന്നത്. समुद्र स्वप्न जिसकी शेष शैया पर तुम्हारे साथ युग युगों तक क्रीड़ा की है, आज उस समुद्र को मैंने स्वप्न में देखा कनु. राधा अपने प्रिय कनु को अपने स्वप्न के बारे में बताती है. രാധ അവളുടെ പ്രിയനായ കണ്ണനോട് അവൾ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറയുന്നതാണത്. സ്വപ്നം ഇതാണ്. ജിസ്കി ശേഷശയ്യ പർ, ശേഷശയ്യ എന്ന് പറഞ്ഞാൽ ശേഷനാഗമാകുന്ന ശയ്യ. സമുദ്രത്തിലാണ് ശേഷനാഗം. ആ ശേഷനാഗത്തിൻ്റെ തലയിലാണ് വിഷ്ണു വിശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ജിസ് സമുദ്രമേം ശേഷനാഗരൂപി ശയ്യ പർ തുമാരെ സാത്ത് യുഗ യുഗം തക് मैंने प्रेम क्रीड़ा की है. उस समुद्र को मैंने अपने स्वप्न में देखा. ഏത് സമുദ്രത്തിലെ ശേഷനാഗമാകുന്ന ശയ്യയിൽ നിൻ്റെ കൂടെ ജന്മജന്മാന്തരങ്ങളായിട്ട് യുഗങ്ങളായിട്ട് പ്രണയലീലകൾ നടത്തിയത്, ആ സമുദ്രത്തെ ഞാൻ സ്വപ്നത്തിൽ നിന്ന് കണ്ടു എന്നാണ് രാധ കണ്ണനോട് പറയുന്നത്. ലഹരോं के नीले अवगुंठन में जहाँ सिंदूरी गुलाब जैसा सूरज खिलता था, वहाँ सैकड़ों निष्फल सीपियाँ चटपटा रही है और तुम मौन हो. मैंने देखा कि अगणित विक्षुब्ध विक्रांत लहरें फैन का शिरस्त्राण पहने, सिवार का कवच धारण किए, निर्जीव मछलियों के धनुष लिए सिवा युद्ध मुद्रा में आतुर है. और तुम कभी मध्यस्थ हो, कभी तटस्थ, कभी युद्धरत. लहरों के नीले अवगुंठन में, അവഗുണ്ടൻ എന്ന് പറഞ്ഞാൽ പർദ്ദ, പൊതിയുക എന്നുള്ള അർത്ഥം, കവർ ചെയ്യുക എന്നുള്ള അർത്ഥം. സിന്ദൂരി ഗുലാബ്, സിന്ദൂര നിറത്തിലുള്ള റോസ്. यहाँ राधा कहती है जिस लहरों के नीले अवगुंठन में, नीले पर्दे में, जहाँ सिंदूर रूबी, सिंदूर रंग की गुलाब जैसा सूरज निकलता था, सूरज गिलता था. തിരമാലകളുടെ അലകളുടെ നീല മറയുടെ പർദ്ദയ്ക്കുള്ളിൽ സിന്ദൂര നിറത്തിലുള്ള റോസാപ്പൂ പോലെയുള്ള സൂര്യൻ അവിടെ ഉദിച്ചു വരുന്നു.
ഇവിടെ സൂര്യൻ ഉദിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് അർത്ഥാത് സുഖി ജീവൻ കി കിരണേ ഖിൽത്താത്ത സ്കാ ഉദയം ഹോത്താത്ത സുഖകരമായ ജീവിതത്തിൻ്റെ കിരണങ്ങളാണ് അവിടെ ഉദയം ചെയ്യുന്നത്. ഈ അലകളുടെ നീല പർദ്ദയ്ക്കുള്ളിൽ നിന്ന് ഇവിടെ സിന്ദൂര നിറത്തിലുള്ള റോസാപ്പൂ പോലെയുള്ള സൂര്യൻ അവിടെ ഉദിച്ചു വരുന്നു. വഹം സൈക്കടോ നിഷ്ഫൽ സീപ്പിയാ ചട്പടാരഹി ഹേ. സൈക്കടോം എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന്. ഉസ് സമുദ്രമേ സൈക്കടോം നിഷ്ഫൽ സീപ്പിയ. നിഷ്ഫൽ എന്ന് പറഞ്ഞാൽ അസഹായ, നിസ്സഹായ. സീപ്പിയ എന്ന് പറഞ്ഞാൽ ചിപ്പികൾ. ചട്പടാരഹി ഹേ, വേദനിച്ചുകൊണ്ടിരിക്കുക. ഉസ് സമുദ്രമേ സൈക്കടോം അസഹായ സീപ്പിയാം തടത്തി രതി ഹേ, വേദനിച്ചുകൊണ്ടിരിക്കുന്നു. ഉസ് സമയ തും മൗൻ ഹോ തും ചുപ് ഹോത്തെ ഹേ. ഈ സമയത്ത് നീ മൗനമായിരിക്കുകയാണ്. അപ്പം അലകളുടെ നീലമറവിൽ ഇവിടെ സൂര്യൻ ഉദിക്കുന്നു എന്ന് പറഞ്ഞാൽ സുഖകരമായ ജീവിതത്തിൻ്റെ കിരണങ്ങളാണ് അവിടെ ഉദിക്കുന്നത്. അവിടെ ആ സമുദ്രത്തിലെ നൂറുകണക്കിന് നിസ്സഹായരായിട്ടുള്ള ചിപ്പികൾ അവിടെ വേദന കൊണ്ട് പിടയുന്നു. ഓരോ സമയത്തും മൗന ഹോ, ആ സമയത്ത് നീയെ മൗനമായിരിക്കുന്നു. മേനെ ദേക്കാക്കി അഗണിത വിക്ഷുബ്ധ വിക്രാന്ത് ലഹരെ ഫേൻ കാ ശിരസ്ത്രാൻ പഹനെ സിവാർ കാ കവച് ധാരൻ കിയെ നിർജീവ് മച്ഛലിയോം കെ ധനുഷ് ലിയെ യുദ്ധമുദ്രാമേ ആദുർഹേ. ഇവിടെ കുരുക്ഷേത്ര യുദ്ധത്തെക്കുറിച്ച് പറയണ ആ സമയത്തുണ്ടാകുന്ന കാര്യങ്ങളാണ്. അഗണിത വിക്ഷുബ്ധ വിക്രാന്ത് ലഹരെ. വിക്രാന്ത് എന്ന് പറഞ്ഞാൽ വലിയ, വിക്ഷുബ്ധമായെന്ന് പറഞ്ഞാൽ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന. ഫേൻ കാ ശിരസ്ത്രാൻ. ഫേൻ എന്ന് പറഞ്ഞാൽ പത, പത എന്ന് പറയാം, ജാഗ എന്ന് പറയും. ശിരസ്ത്രാൻ എന്ന് പറഞ്ഞാൽ ശിരോവസ്ത്രം, ഹെൽമെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, സിർ ടോപ്പ്. സിവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പായൽ, കായ്. ഇവിടെ കവി പറയാണ് ഈ സമുദ്രരൂപി ജഗത് മേ. ഇവിടെ സമുദ്ര ജഗത് കാ പ്രതീക് ഹേ. यहाँ समुद्र जगत का प्रतीक है और निष्फल सीपियाँ असहाय प्राणियों की प्रतीक है. നിഷ്ഫൽ സീപ്പിയം എന്ന് പറയുന്നത് നിസ്സഹായരായിട്ടുള്ള ജീവൻ്റെ പ്രതീകമായിട്ടാണ് ഇവിടെ പറയുന്നത്. ഈ സമുദ്രം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ പ്രതീകമായിട്ട് പറയുന്നു. ഈ സമുദ്രരൂപി ജഗത്ത് മേ മേനെ ദേഖ. രാധ പറയണേ ഈ സമുദ്രമാകുന്ന ഈ ലോകത്ത് ഞാൻ കണ്ടു. എന്താണ് കണ്ടത്? അഗണിത വിക്ഷുബ്ധ വിക്രാന്ത് ലഹരേം. എണ്ണാൻ പറ്റാത്തത്ര ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കോപിച്ച വലിയ അലകൾ. ഫേൻ കാ ശിരസ്ത്രാൻ പഹനെ. പതയാകുന്ന നുരയാകുന്ന ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട്. സിവാർ കാ കവച് ധാരൻ കിയെ. പായലിൻ്റെ കവചം ധരിച്ചുകൊണ്ട്. നിർജീവ് മച്ഛലിയോം കെ ധനുഷ് ലിയെ. ജീവനില്ലാത്ത മത്സ്യങ്ങളുടെ വില്ലെടുത്തുകൊണ്ട്. യുദ്ധമുദ്രാമേ ആദുർഹിയെ. യുദ്ധത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന, അസ്വസ്ഥനായി നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. यहाँ कवि कौरव पांडव ये दोनों अपने शस्त्रास्त्र धारण करके യുദ്ധ करने के लिए ആതുർ എന്ന് പറയുന്നത്. ഇവിടെ കുരുക്ഷേത്ര യുദ്ധത്തിനായിട്ട് കൗരവരും പാണ്ഡവരും അവനവൻ്റെ ആയുധങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാനായിട്ട് അസ്വസ്ഥനായി നിൽക്കുന്ന ഒരു രൂപമാണ് ഇവിടെ പറയുന്നത്. ഇവിടുത്തെ ഈ തിരമാലകൾ ഇവിടെ പറയുന്നുണ്ട്, എണ്ണാൻ പറ്റാത്തത്ര ഒരു വലിയ സൈന്യം അല്ലെങ്കിൽ ഈ അലകൾ പതയാകുന്ന ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട്, പായലാകുന്ന കവചം ധരിച്ചുകൊണ്ട്, ജീവനില്ലാത്ത മത്സ്യങ്ങളാകുന്ന വില്ലെടുത്തുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന അവസ്ഥ. അതാണ് ഇവിടെ കവി വർണ്ണിക്കുന്നത്. और तुम कभी मध्यस्थ हो, कभी तटस्थ, कभी युद्धरथ हो. ആ സമയത്ത് തും ഉൻകെ ബീച്ച്, ഈ കൗരവരുടെയും പാണ്ഡവരുടെയും ഇടയിൽ തും കഭി മധ്യസ്ഥ ഹോത്താ ഹേ, നീ ചില സമയത്ത് മധ്യസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. സുല സമചൗത്ത കരാത്തെ ദിക്കായി ദേത്തെ ഹേ, അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പം മധ്യസ്ഥനായിട്ട് നിൽക്കുന്നു.
ഉൻകെ ബീച്ച് തും കബി തടസ്ഥ ഹോ. കൗരവരും പാണ്ഡവരുടെ ഇടയിൽ നീ ചിലപ്പോൾ ആരായിട്ടിരിക്കുന്നത്? നിഷ്പക്ഷനായിട്ട്, രണ്ട് ഭാഗത്തേക്കും ആരുടെയും ഭാഗത്തേക്ക് നിൽക്കാതെ നിഷ്പക്ഷനായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ കാണാൻ സാധിക്കും. ഉൻകെ ബീച്ച് തും കബി യുദ്ധരത് ഹോ. ഇവരുടെ ഇടയിൽ, കൗരവരുടെയും പാണ്ഡവരുടെ ഇടയിൽ കുരുക്ഷേത്ര ഭൂമിയിൽ കബി യുദ്ധരത് ഹോ ദിഖായി ദേതാ ഹേ. യുദ്ധത്തിനായി തയ്യാറായിട്ട് നിൽക്കുന്ന രൂപത്തിലും നിന്നെ കാണാനായിട്ട് സാധിക്കും. और मैंने देखा कि अंत में तुम थक कर इन सब से खिन्न, उदासीन, विस्मित और कुछ कुछ आहत मेरे कंधों से टिक कर बैठ गए हो. और मैंने देखा कि, അവസാനം ഞാൻ കണ്ടു. എന്താ കണ്ടത്? യുദ്ധമേ നിരന്തര വ്യസ്ത് രഹ്നെ ബാദ്. യുദ്ധത്തിൽ നിരന്തരമായിട്ട് വളരെ തിരക്കായിരുന്നു. അതിന് ശേഷം ഇതെല്ലാം കഴിഞ്ഞ്, യുദ്ധമെല്ലാം കഴിഞ്ഞ്, യുദ്ധക്കെ ബാദ് അന്തമേം അവസാനം തും ധക്ക് കർ നീ ക്ഷീണിച്ച്, ഇൻ സബ്സെ ഖിന്ന്, ഖിന്ന് എന്ന് പറഞ്ഞാൽ ദുഃഖിക്കുക. इन सब से घिन्न होकर, कौरव और पांडवों से घिन्न होकर, उदासीन होकर വിഷമിച്ചിട്ട്, വിസ്മിത് ഹോക്കർ അത്ഭുതപ്പെട്ട്, കുച്ച് കുച്ച് ആഹത്ത്, ആഹത്ത് എന്ന് പറഞ്ഞാൽ മുറിവേൽക്കുക. യുദ്ധ പരിണാം സേ കുച്ച് ആഹത്ത് ഹോക്കർ മേരെ കന്തോം സേ ടിക് കർ ബൈഠ് ഗയേ ഹോ. എൻ്റെ തോളോട് ചേർന്ന് നീയെ ഇരിക്കുന്നതായിട്ട് കാണാം. മേരെ കന്തോം സേ ടിക് കർ, ടിക് കർ എന്ന് പറഞ്ഞാൽ ചേർന്ന് നിൽക്കുക. എൻ്റെ തോളോട് ചേർന്ന് തും ബൈഠ് ഗയേ ഹോ, തും വിശ്രാം കർത്തേ ഹോ, നീ വിശ്രമിക്കുന്നു. അപ്പോൾ അവസാനം രാധ കാണുന്ന കാഴ്ച എങ്ങനെയാണ്? മഹാഭാരത യുദ്ധത്തിന് ശേഷം, കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം അവിടെ നിരാശനായിട്ട്, വളരെ ദുഃഖിച്ച്, ക്ഷീണിച്ച്, തളർന്ന്, മുറിവേറ്റ മനസ്സുമായിട്ട് രാധയുടെ തോളോട് ചേർന്നിരുന്ന് വിശ്രമിക്കുന്നതായിട്ട് കാണുന്നു. और तुम्हारी अनमनी भड़कती उंगलियां तड़की गीली बालों पर कभी कुछ लिख देती है, किसी उपलब्धि को व्यक्त करने के अभिप्राय से नहीं, मात्र उंगलियों के ठंडे जल में डुबोने का क्षणिक सुख लेने के लिए. और तुम्हारी अनमनी, अनमनी എന്ന് പറഞ്ഞാൽ അഞ്ചാനെ, അറിയാതെ തന്നെ, തുമാരെ അഞ്ചാനെ ഹി ഭടക്തി ഉംഗലിയാം, എൻ്റെ അലയുന്ന വിരലുകൾ, തടുക്കി ഗീലി ബാലു പർ, ഗീലി ബാലു എന്ന് പറഞ്ഞാൽ നനഞ്ഞ മണൽ, സമുദ്ര തടുക്കി ഗീലി ബാലു പർ, സമുദ്ര തീരത്തെ നനഞ്ഞ മണലിലെ കബി കുച്ച് ലിഖ് ദേത്തി ഹേ, ചിലപ്പോഴൊക്കെ എന്തൊക്കെയോ എഴുതുന്നതായിട്ട് കാണുന്നു. കിസി ഉപലബ്ധി കോ വ്യക്ത് കർണേക്ക് അഭിപ്രായ സെ നഹി, ഉപലബ്ധി എന്ന് പറഞ്ഞാൽ നേട്ടം, കിസി ലാഭ് കോ വ്യക്ത് കർണേക്ക് ലിയേ നഹി, मात्र उंगलियों के ठंडे जल में डुबोने का क्षणिक सुख लेने के लिए. उस गीली बालों पर लिखते समय उसके उंगलियों को ठंडे जल में डुबोने का क्षणिक सुख लेने के लिए वह कुछ लिख देती है. എന്താ പറയുന്നത്? യാതൊരു നേട്ടത്തിന് വേണ്ടിയല്ല ആ മണലിൽ എഴുതിയത്, പിന്നെ എന്തിനു വേണ്ടിയാണ്? ആ തണുത്ത വെള്ളത്തിൽ കൈകളും വിരലുകളും മുക്കുമ്പോഴുണ്ടാകുന്ന ആ ക്ഷണികമായ ആ സുഖം നേടുന്നതിന് വേണ്ടിയാണ് അവൻ ആ വിരലുകൾ കൊണ്ട് എവിടെ എഴുതിയിരുന്നത്? നനഞ്ഞ മണലിൽ എഴുതിയിരുന്നതെന്ന് പറയുന്നത്. ആജ് ഉസ് സമുദ്ര കോ മേനെ സ്വപ്ന മേ ദേഖാ കനു, യഹാം രാധ കത്തി ഹേ, ഹേ കനു ആജ് ഉസ് സമുദ്ര കോ, ഇന്ന് ഞാൻ ആ സമുദ്രത്തെ സ്വപ്ന മേ ദേഖാ, സ്വപ്നത്തിൽ കണ്ടു. विष भरे फैन, निर्जीव सूर्य, निष्फल सीपियाँ, निर्जीव मछलियाँ, लहरें नियंत्रणहीन होती जा रही है, और तुम तट पर बाह उड़ा कर कुछ कह रहे हो, पर तुम्हारी कोई नहीं सुनता. उसी समुद्र में विष भरे फैन, विषം നിറഞ്ഞ പത, നിർജീവ സൂര്യൻ, ജീവനില്ലാത്ത സൂര്യൻ, നിഷ്ഫൽ സീപ്പിയാം, നിസ്സഹായരായിട്ടുള്ള ചിപ്പികൾ, നിർജീവ മച്ഛലിയ, ജീവനില്ലാത്ത മത്സ്യങ്ങൾ, ഈ ലഹരെ നിയന്ത്രണഹീൻ ഹോത്തി ജാ രഹി ഹേ, ഈ അലകൾ, ഈ സമുദ്രത്തിൻ്റെ അലകൾ നിയന്ത്രണാതീതമായി കൊണ്ടിരിക്കുകയാണ്.
നിയന്ത്രണമില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. और तुम तट पर बाह उड़ा उड़ा कर कुछ कह रहे हो. ഇവിടെ ഈ സമുദ്ര തീരത്ത് നിന്നുകൊണ്ട് അപ്പനെ ബാഹു ഉടാക്കർ, അപ്പനെ ബാഹെ ഉടാക്കർ, കൃഷ്ണൻ്റെ കൈകൾ ഉയർത്തിക്കൊണ്ട് കുച്ച് കഹ് രഹേ ഹോ, എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണ് അവിടെ. അസംഖ്യം സൈനികർ അവർ യുദ്ധത്തിൻ്റെ ആ അലകൾ അവിടെ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. അതിനിടയിൽ കൃഷ്ണൻ കൈകൾ ഉയർത്തിക്കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്രീഗൃഹിയ അപ്പനെ ബാഹുടാക്കാർ ഉപദേശ് ദേത്തെ ദിക്കായത്തെ ഹേ, ഇവിടെ കൃഷ്ണൻ സമയത്ത് ഉപദേശം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പർ തുമാരി കോയി നഹി സുൻത, പക്ഷേ കൃഷ്ണൻ പറയുന്നത് ആരും കേൾക്കുന്നില്ല. സമയം തുമാരി കോയി നഹി സുൻത, പറയുന്നത് ആരും തന്നെ കേൾക്കുന്നില്ല. अंत में तुम हार कर लौट कर थक कर मेरे वक्ष के गहराव में अपना चौड़ा माथा रख कर गहरी नींद में सो गए हो, और मेरे वक्ष का गहराव समुद्र में बहता हुआ बड़ा सा ताज़ा क्वारा मुलायम गुलाबी बड़पत्र बन गया है. अंत में महाभारत युद्ध के बाद, कुरुक्षेत्र युद्ध के बाद, अंत में तुम हार कर, പരാജിതനായിട്ട്, ലൗട്ട് കർ മടങ്ങിയിട്ട്, थक कर ക്ഷീണിച്ച്, മേരെ വക്ഷ് കെ ഗഹരാവ് മേ, മേരെ ഛാത്തി കെ ഗഹരാവ് മേ, എൻ്റെ നെഞ്ചിൻ്റെ ആഴങ്ങളിലെ, അപ്പന ചൗടാ മാതാരക്കർ, കൃഷ്ണൻ്റെ ആ നെറ്റിത്തടം വെച്ചുകൊണ്ട്, ഗഹരി നീന്ത് മേ സോഗേ ഹോ, വളരെ നീണ്ട ഉറക്കത്തിലേക്ക് അവനെത്തി. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് പരാജിതനായിട്ട് വീണ്ടും രാധയുടെ അടുത്തേക്ക് തന്നെ കൃഷ്ണൻ വരികയാണ്. और मेरे वक्ष का गहराव समुद्र में बहता हुआ बड़ा ताज़ा क्वारा मुलायम गुलाबी वड़पत्र बन गया है. वड़पत्र എന്ന് പറഞ്ഞാൽ ആലില. ये समुद्र रूपी मेरे वक्ष का गहराव, സമുദ്രമാകുന്ന എൻ്റെ നെഞ്ചിൻ്റെ ആഴങ്ങളിലെ, ബഹ്താഹുവ ഒഴുകിക്കൊണ്ടിരിക്കുന്ന, ബഡാസ താസ വലിയ ഫ്രഷായിട്ടുള്ള പുതിയ, ക്വാര ആരും തൊടാത്ത, മുലായം വളരെ സോഫ്റ്റായിട്ടുള്ള, ഗുലാബി വടപത്ര ബൻ ഗയാഹേ, റോസ് നിറത്തിലുള്ള ആലിലയായിട്ട് അവിടെ മാറി രാധയുടെ നെഞ്ചോട് ചേർന്ന് കിടന്നുറങ്ങുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. जिस पर तुम छोटे से छौनी की बांधी लहरों के पालने में महाप्रलय के बाद सो रहे हो. जिस पर तुम छोटे से छौने की बांधी, छौने എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടി പോലെ, ചെറിയ കുട്ടിയെ പോലെ, तुम छोटे से छौने की बांधी, छौने की तरह लहरों के पालने में, അലകളുടെ തൊട്ടിൽ, മഹാപ്രളയക്കെ ബാദ്, മഹാപ്രളയക്കെ ബാദ് തും സോ രഹേ ഹോ, നീ ഉറങ്ങുകയാണ്. അപ്പോൾ ഒരു മഹാപ്രളയം കഴിഞ്ഞു, ഒരു മഹായുദ്ധം കഴിഞ്ഞു, അതിനുശേഷം ശാന്തമായി ആ തിരമാലകളിലെ അലകളുടെ തൊട്ടിൽ കിടന്ന് നീ ശാന്തമായിട്ട് ഉറങ്ങുകയാണ്. नींद में तुम्हारे होंठ धीरे धीरे हिलते हैं, स्वधर्म आखिर मेरे लिए स्वधर्म क्या है, और लहरें थपकी देकर तुम्हें सुलाती है, सो जाओ योगीराज सो जाओ निद्रा समाधि है. नींद में तुम्हारे होंठ धीरे धीरे हिलते हैं, होंठ എന്ന് പറഞ്ഞാൽ ചുണ്ട്. नींद के समय तुम्हारे होंठ धीरे धीरे हिलते हैं, छोटे से बच्चे की तरह तुम्हारे होंठ धीरे धीरे हिलते हैं. ഉറക്കത്തിലെ നിൻ്റെ ചുണ്ടുകൾ പതുക്കെ പതുക്കെ ഇളകുന്നുണ്ട്. സ്വധർമ്മ ആഖിർ മേരെ ലിയെ സ്വധർമ്മ ക്യാ ഹേ, ആ പറഞ്ഞുകൊണ്ടിരുന്നതാണ് സ്വധർമ്മ, എന്താണ് കർത്തവ്യം, സ്വധർമ്മം എന്താണ്. ആഖിർ മേരെ ലിയെ സ്വധർമ്മ ക്യാ ഹേ, അവസാനം എനിക്ക് സ്വധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ്റെ കർത്തവ്യം എന്താണ്. नींद के कुछ समय के बाद थोड़ी ही देर में तुम पुनः जागते हो, അതായത് കുറച്ച് നേരത്തിന് ശേഷം നീയെ ഉണർന്ന് എഴുന്നേൽക്കുന്നുണ്ട്, വീണ്ടും നീ ഉറക്കത്തിലേക്ക് പോകുന്നു. और लहरें तबकी देकर तुम्हें सुलाती है, ये समुद्र की लहरें, ഈ സമുദ്രത്തിൻ്റെ അലകൾ
തബ് കീ ദേക്കർ മൃദുവായി തട്ടിക്കൊണ്ട് തലോടിക്കൊണ്ട് തുമേ സുലാത്തി ഹേ നിന്നെ ഉറക്കുകയാണ്. എന്തു പറഞ്ഞുകൊണ്ട്? സോ ജാവോ യോഗിരാജ്, സോ ജാവോ നിദ്ര സമാധി ഹേ. യോഗിരാജ് എന്നാണ് കൃഷ്ണൻ. ഉറങ്ങിക്കോളോ, കൃഷ്ണനോട് ഉറങ്ങാൻ പറഞ്ഞുകൊണ്ട് ഈ സമുദ്രത്തിലെ അലകൾ തട്ടി തലോടിക്കൊണ്ട് അവനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ രാധയുടെ വിരിമാറിനോട് ചേർന്ന് അല്ലെങ്കിൽ നെഞ്ചോട് ചേർന്നുകൊണ്ടാണ് ഇവിടെ ഉറങ്ങുന്നത്. അവിടെ സമുദ്രം എന്ന് പറയുന്നത് അതാണ്. സമുദ്രത്തിലെ അലകൾ അവനെ ആ കൈകളവിടെ തട്ടി തലോടിക്കൊണ്ട് അവനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. നീന്ത് മേ തുമ്ഹാരേ ഹോൺ ധീരെ ധീരെ ഹിൽത്തേ ഹേ, ന്യായ് അന്യായ് സത് അസത് വിവേക് അവിവേക് കസൗട്ടി ക്യാ ഹേ, ആഖിർ കസൗട്ടി ക്യാ ഹേ. വീണ്ടും ഉറക്കത്തിലെ അവൻ്റെ ചുണ്ടുകളും വീണ്ടും ഇളകുന്നുണ്ട്. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: ന്യായ് അന്യായ്, ന്യായം അന്യായം, സത് അസത് സത്യം അസത്യം, വിവേക് അവിവേക് വിവേകം അവിവേകം, ഇസ്കി കസൗട്ടി ക്യാ ഹേ അതിൻ്റെ ഉരകല്ല് എന്താണ്? കസൗട്ടി എന്ന് പറഞ്ഞാൽ ഉരകല്ല് അല്ലെങ്കിൽ മാനദണ്ഡം. ആഖിർ കസൗട്ടി ക്യാ ഹേ അതിൻ്റെ മാനദണ്ഡം. ന്യായങ്ങൾ, സത്യം അസത്യം, വിവേകം അവിവേകം, ഇതിൻ്റെ എല്ലാം ഉരകല്ല് എന്താണ്? ഇതിൻ്റെ എല്ലാം മാനദണ്ഡം എന്താണ്? അവർ ലഹരേൻ തബ്കി ദേക്കർ തുമേ സുലാ ദേത്തി ഹേ. വീണ്ടും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഈ സമുദ്രത്തിലെ അലകൾ വീണ്ടും നിന്നെ തലോടിക്കൊണ്ട് ഉറക്കുകയാണ്. യേ സമുദ്രക്കി ലഹരേ തുമേ തബ്കി ദേക്കർ സുലാ ദേത്തി ഹേ, क्योंकि यह निद्रा समाधि के समान है. सो जाओ योगेश्वर, ജാഗരൺ സ്വപ്ന ഹേ, ചലനാ ഹേ മിഥ്യാ ഹേ. വീണ്ടും പറയുന്നുണ്ട് യോഗേശ്വർ, യോഗിരാജ് എന്ന് പറഞ്ഞ കൃഷ്ണൻ. കൃഷ്ണ ഉറങ്ങോ, ജാഗരൺ സ്വപ്ന ഹേ ഉണർവ് എന്ന് പറയുന്നത് സ്വപ്നമാണ്, അത് മിഥ്യയാണ്, ഭ്രമമാണ്. തുമാരെ മാതേ പർ പസീന ചലക്കായാ ഹേ और होंठ कांप रहे हैं और तुम चौंक कर जग जाते हो और तुम्हें कोई भी कसौटी नहीं मिलती और जुए के पामसे की तरह तुम निर्णय को फेंक देते हो. जो मेरे पैताने हैं वह स्वधर्म, जो मेरे सिरहाने हैं वह अधर्म. और ये सुनते ही लहरें घायल सांपों सी लहर लेने लगती है और प्रलय फिर शुरू हो जाती है. തുമാരെ മാതേ പർ പസീന ജലക് ആയി ഹേ, നിൻ്റെ നെറ്റിയിലെ വിയർപ്പ് അവ്യക്തമായിട്ട് വരുന്നുണ്ട്. और होंठ कांप रहे हैं ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ട്. तुम चौंक कर जाग जाते हो, तुम चौंक कर जागते हैं നീയെ ഞെട്ടിക്കൊണ്ടെഴുന്നേൽക്കുന്നു. നിദ്ര കെ ബാദ് നീന്ത് കെ ബാദ് തും चौंक कर जाग जाते हो ഞെട്ടി എഴുന്നേൽക്കുന്നു. और कोई भी कसौटी नहीं मिलती, तुम्हें कोई भी कसौटी नहीं मिलती, നിനക്ക് യാതൊരു ഉത്തരവും കിട്ടുന്നില്ല, ഒരു ഉരകല്ലും അതെന്താണെന്നുള്ള മാനദണ്ഡം എന്താണെന്ന് എനിക്ക് അറിയാനായിട്ട് പറ്റുന്നില്ല. ഇതിൻ്റെ എല്ലാം ന്യായം അന്യായം, സത്യം അസത്യം, വിവേകം അവിവേകം, उसकी कोई भी कसौटी नहीं मिलती. और जुए के पांसे की तरह तुम निर्णय को फेंक देते हो. जुए की पांസി എന്ന് പറഞ്ഞാൽ ചൂതുകളിയുടെ കരുക്കൾ. ജുയെ കി പാൻസി എന്ന് പറഞ്ഞാൽ ചൂതുകളിയുടെ കരുക്കളെ പോലെ തും നിർണയക്കോ നീ നിൻ്റെ തീരുമാനത്തെ ഫേങ് ദേത്തേ ഹോ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് തീരുമാനം? ജോ മേരെ പൈത്താനെ ഹേ വഹ് സ്വധർമ്മ, ആരാണ് എൻ്റെ കാൽക്കലുള്ളത് അതാണ് സ്വധർമ്മം എന്ന് പറയുന്നത്, ധർമ്മം എന്ന് പറയുന്നത്. ഓർ മേരെ സിർഹാനെ ഹേ വഹ് അധർമ്മ, എൻ്റെ തലയ്ക്കുള്ളത് ആരാണോ അത് അധർമ്മമാണ്. ഇവിടെ പറയുന്നുണ്ട് കൃഷ്ണൻ്റെ കാൽക്കൽ സ്വധർമ്മമാകുന്ന ധർമ്മിഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിരനാണ് നിൽക്കുന്നത്. ലേക്കിൻ ഉസ്കെ സിർഹാനെ അധർമ്മ കെ രൂപ് മേ ദുര്യോധൻ ഹേ, തലയ്ക്കിൽ നിൽക്കുന്നത് അധർമ്മമാകുന്ന ദുര്യോധനാണ്. और ये सुनते ही लहरें घायल सांपों सी लहर लेने लगती है. ये सिरखाने और पैताने के बारे में, स्वधर्म और अधर्म के बारे में सुनते ही അതിനെക്കുറിച്ച് കേട്ടപ്പോൾ ലഹരേം ഗർജനെ ലഗാ, ഈ അലകൾ ഗർജിക്കാൻ തുടങ്ങി. എങ്ങനെ? ये घायल सांपों की तरह लहर लेने लगती है, മുറിവേറ്റ സർപ്പത്തെ പോലെ അത് ഇഴയാനായിട്ട് തുടങ്ങി.
उसके बाद फिर പ്രളയ ശുരു ഹോ ജാത്തി ഹെ. ഇതിനുശേഷം വീണ്ടും അവിടെ പ്രളയം ആരംഭിക്കുന്നു. തിരമാലകൾ അലകൾ ആഞ്ഞടിക്കാൻ തുടങ്ങി, ഗർജിക്കാൻ തുടങ്ങി, മുറിവേറ്റ സർപ്പത്തെ പോലെ അതവിടെ എഴിയാൻ തുടങ്ങി, അലകൾ അടിക്കാൻ തുടങ്ങി, വീണ്ടും അവിടെ പ്രളയം ആരംഭിക്കാനായിട്ട് തുടങ്ങി. यहाँ कहते हैं युधिष्ठिर सिरहाने और पैताने में सिरहाने और पैताने में धर्म और अधर्म उसके बारे में निर्णय नहीं ले पाता है. അതായത് തലയ്ക്കലാണോ കാൽക്കലാണോ ധർമ്മമെന്ന് പറയുന്നതും അധർമ്മമെന്ന് പറയുന്നതും അതിനെക്കുറിച്ചുള്ള തീരുമാനമെടുക്കാനായിട്ട് അവിടെ സാധിക്കുന്നില്ല. ഇവിടെ പറയുന്നുണ്ട്, കൃഷ്ണൻ പറയുന്നുണ്ട്, പൈത്താനേമേ ദുര്യോധൻ ഹോത്താത്തോ, കാൽക്കൽ ദുര്യോധനാണെങ്കിൽ അവിടെ ധർമ്മം നടക്കുമായിരുന്നു. और तुम फिर उदास होकर किनारे बैठ जाते हो और विषादपूर्ण दृष्टि से शून्य में देखते हुए कहते हो, यदि कहीं उस दिन मेरे पैताने दुर्योधन होता तो हाँ इस विराट समुद्र के किनारे ओ अर्जुन मैं भी अबोध बालक हूँ. तुम फिर उदास होकर किनारे बैठ जाते हो. तुम फिर उदास होकर समुद्र के किनारे बैठ जाते हो. വീണ്ടും നീ വളരെ ഉദാസീനനായിട്ട് വളരെ വിഷമിച്ച് ഇരിക്കുകയാണ്, സമുദ്രതീരത്ത് ഇരിക്കുകയാണ്. അവർ വിഷാദപൂർണ്ണ ദൃഷ്ടി സേ ശൂന്യമേ ദേഖ്തേ ഹുയേ കഹത്തെ ഹേ. വളരെ വിഷാദപൂർണമായ നോട്ടത്തോടുകൂടി സമുദ്രതീരത്തിരുന്ന് ശൂന്യതയിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നു, യദി കഹി ഉസ് ദിൻ മേരെ പൈത്താനെ ദുര്യോധൻ ഹോതാതോ. ഇനി ഒരു പക്ഷേ ആ ദിവസം എൻ്റെ കാൽക്കൽ ദുര്യോധനാണ് ഉണ്ടായിരുന്നതെങ്കിൽ ആ ഇസ് വിരാട് സമുദ്രക്കെ കിനാരെ ഓ അർജുൻ, അല്ലേ അർജുന, ഇത്രയും വലിയ ഈ സമുദ്രതീരത്ത് മേംബി അബോധ ബാലകും, ഞാനൊരു നിഷ്കളങ്കനായ അജ്ഞാനിയായ ഒരു ബാലകനാണ്. मैं अपने को नादान बालक हूँ, मुझे नादान बालक महसूस करता हूँ. എനിക്കൊരു നിഷ്കളങ്കനായ ഒരു ബാലനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആജ് മേനെ സമുദ്രക്കോ സ്വപ്നമേ ദേക്കാ കനു. രാധ വീണ്ടും പറയാണ്, ഞാനിന്ന് ആ സമുദ്രത്തെ സ്വപ്നത്തിൽ കണ്ടു എന്ന് കണ്ണനോട് പറയുകയാണ്. तट पर जल देवदारुओं में बार बार कंड गोलती हुई हवा के गूंगे जकोरे बालों पर अपने पग चिन्ह बनाने के करुण प्रयास में बैसाखियों पर चलता हुआ इतिहास लहरों में तुम्हारे श्लोकों से अभिमंत्रित गांडीव गले हुए सिवार सा उतरा आया है और अब तुम तटस्थ हो और उदास. यहाँ कनप्रिया के सपने के बारे में, उस समय कनप्रिया के सपने के सागर तट पर, समुद्र तट पर एक देवदारू है, जल देवदारू है, जल देवदारू वृक्ष. बार बार कंड गोलती हुई हवा, വീണ്ടും വീണ്ടും ഹവ के गूंगी चकोरे, गूंगी चकोरे എന്ന് പറഞ്ഞാൽ മൂകമായ വീശൽ. समुद्र के किनारे पर जल देवदारू है और हवा के मूक झकोरे कंड गोलती हुई दिखाई देता है. ഇവിടെ കാറ്റിൻ്റെ വീശൽ, മൂക്കമായ വീശൽ, ഇവിടെ എന്താണ്, തൊണ്ട തുറന്നുകൊണ്ടുള്ള ശബ്ദിച്ചുകൊണ്ട് കാറ്റിൻ്റെ ശബ്ദത്തോടു കൂടി ബാലു പർ अपने पग चिन्ह बनाने के करुण प्रयास में, ബാലു എന്ന് പറഞ്ഞാൽ മണലിൽ, പകച്ചിഹ്ന എന്ന് പറഞ്ഞാൽ കാൽപ്പാടുകൾ. ബാലു पर अपने पग चिन्ह बनाने के करुण प्रयास में बैसाखियों पर चलता हुआ ഇതിഹാസ്. ഇതിഹാസ് നമ്മുടെ ഇതിഹാസം എന്ന് പറയുന്ന ഖണ്ഡമാണത്. ഇതിഹാസം, ചരിത്രം എന്ന് പറയുന്നത് എങ്ങനെയാണ് പോകുന്നത്? ബൈസാഖ്യോം പർ, ഊന്നുവടിയുടെ സഹായത്താൽ. ഇപ്പോൾ മണലിലെ സ്വന്തം കാൽപ്പാടുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, ചരിത്രത്തിൽ എഴുതാൻ വേണ്ടിയിട്ട്, അതിനുള്ള വളരെയധികം ശ്രമത്തിൽ നമ്മുടെ ഇതിഹാസം എന്ന് പറയുന്നത് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്?
ഊന്നുവടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഇതിഹാസം. ലഹരോं में तुम्हारे श्लोकों से अभिमंत्रित गांडीव गले हुए सिवार सा उतराया है. സമുദ്ര കെ ലഹരോമേ, ആ സമുദ്രത്തിലെ അലകളിലെ തുമാരെ ശ്ലോകം സേ, നിൻ്റെ ശ്ലോകങ്ങളാലെ മന്ത്രങ്ങളാലെ അഭിമന്ത്രിത് ഗാന്ഡീവ്, മാന്ത്രികമായിട്ടുള്ള ആ ഗാന്ഡീവം, മന്ത്രങ്ങൾ ആവാഹിച്ചിട്ടുള്ള ഗാന്ഡീവം എന്ന് പറയുന്നത് ഗലേ ഹുവ സിവാർ സാ ഉത്തരായ ഹേ, നശിച്ച പായൽ പോലെ ഇറങ്ങി വരികയാണ്. അവർ തബ് തും തടസ്തു ഹോ അവർ ഉദാസ് ഹോ, ആ സമയത്തും തടസ്തു ഹോ അവർ ഉദാസ് ഹോ, ആ സമയത്ത് നീയെ നിഷ്പക്ഷനായിട്ടിരിക്കുന്നു, ഉദാസീനായിട്ടിരിക്കുന്നു. समुद्र के किनारे नारियल के गुंज है और तुम एक बूढ़े पीपल के नीचे चुपचाप बैठे हो, मौन, परिशमित, विरक्त और पहली बार जैसे तुम्हारी अक्षय तरुणाई पर थकान जा रही है. थकान എന്ന് പറഞ്ഞാൽ ക്ഷീണം, മടുപ്പ്. സമുദ്ര കെ കിനാരെ നാരിയൽ കെ കുഞ്ച് ഹേ, ഈ സമുദ്രതീരത്ത് തെങ്ങിൻതോട്ടമുണ്ട്. और तुम एक बूढ़े पीपल के नीचे बैठे हो, നീ ഒരു പ്രായമായൊരു ആലിൻ്റെ ചുവട്ടിൽ മിണ്ടാതിരിക്കുകയാണ്. എങ്ങനെയാണ്? മൗൻ പരിശമിത് വിരക്ത്, മൗനമായിട്ട് ആരോടും മിണ്ടാതെ ശാന്തനായിട്ട് വിരക്തനായിട്ട് ഇരിക്കുകയാണ്. അവർ പഹലി ബാർ ജൈസെ തുമാരി അക്ഷയ് തരുണായി പർ, അക്ഷയ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്ത, ക്ഷയിക്കാത്ത, തരുണായി എന്ന് പറഞ്ഞാൽ യുവത്വം, നിത്യയൗവനം. ഉസ്മേ തക്കാൻ ചാരിഹി ഹേ, അപ്പം നീ ആ സമുദ്രതീരത്ത് തെങ്ങിൻതോട്ടമുണ്ട്, അവിടെ തന്നെ ഒരു പ്രായമേറിയ ഒരു ആൽമരമുണ്ട്, അതിൻ്റെ ചുവട്ടിൽ നീയെ മൗനമായി ശാന്തമായി നീ ഇരിക്കുകയാണ്. മേനെ പഹലി ബാർ ജൈസെ തുമാരി അക്ഷയ് തരുണായി പർ തക്കാൻ ചാരിഹി ഹേ. അപ്പോൾ രാധ പറയണേ, ഞാൻ ആദ്യമായിട്ടാണ് നിൻ്റെ ഈ യുവത്വത്തിലെ, ഒരിക്കലും നശിക്കാത്ത ക്ഷയിക്കാത്ത ഈ യുവത്വത്തിലെ അല്ലെങ്കിൽ നിത്യ യൗവനത്തിലെ തക്കാൻ ചാരഹി ഹേ, മടുപ്പലെ ക്ഷീണം നീളിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ്.